ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 6ാമത്തെ യൂണിറ്റായ ഹൂ ഡിഡ് അലീനാസ് ഹോംവർക്ക് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് ചർച്ച ചെയ്താലോ? നോക്കൂ, ലെറ്റ്സ് സിംഗ് ടുഗദർ ആൻഡ് എൻജോയ്. നമുക്ക് ഒരുമിച്ച് പാടാം, ആസ്വദിക്കാം. പെറ്റ് ഷോപ്പിംഗ്. പെറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? വളർത്തുമൃഗങ്ങളെ വാങ്ങിക്കുക. വൈൽ ഷോപ്പിംഗ് അറ്റ് എ പെറ്റ് സ്റ്റോർ, I got my fondest fish. I bought myself a fish bowl and then a pair of fish. While shopping at the pet store, ഞാൻ വളർത്തുമൃഗങ്ങളുടെ കടയിൽ പോയി ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് I got my fondest wish. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാഗ്രഹം ഞാൻ നടത്തിയെടുത്തു. ഏതായിരുന്നു കൂട്ടുകാരെ ആ ആഗ്രഹം? I bought myself a fish bowl and then a pair of fish. ഒരു പെയർ ഓഫ് മീനിനെ ഒരു ബൗളിൽ വാങ്ങിക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ഞാൻ നടത്തിയെടുത്തു. ആൻഡ് സിൻസ് ഐ വാസ് ആൾറെഡി ഔട്ട് ഷോപ്പിംഗ് അറ്റ് ദ സ്റ്റോർ, ഐ തോട്ട് ഐ ought to purchase another smidgen more. ആൻഡ് സിൻസ് ഐ വാസ് ആൾറെഡി ഔട്ട് ഷോപ്പിംഗ് അറ്റ് ദ സ്റ്റോർ, എന്തായാലും ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പെറ്റ് സ്റ്റോറിലെത്തി. I thought I ought to purchase another smidgen more. എനിക്ക് തോന്നി. എന്താണ് തോന്നിയത്? ഞാൻ ചിന്തിച്ചു. ഇത് കൂടാതെ കുറച്ചുകൂടി വാങ്ങിക്കണം. And so I got a rabbit, a hamster and a frog, a gerbil and a turtle, a parrot and a dog. അങ്ങനെ എന്തൊക്കെ അവൻ വാങ്ങി? And so I got a rabbit, a hamster and a frog. ഒരു റാബിറ്റ് വാങ്ങി, ഒരു ഹാംസ്റ്റർ, പിന്നെ ഒരു ഫ്രോഗ്, എ ജെർബിൾ ആൻഡ് എ ടർട്ടിൽ, എ പാരറ്റ് ആൻഡ് എ ഡോഗ്. ഏതാണ്? പിന്നെ ജെർബിലും ടർട്ടിലും പാരറ്റും ഡോഗും വാങ്ങി. ഇതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഐ പർച്ചേസ്ഡ് ആൻ ഇഗ്വാന, എ ടോട്ടോയിസ് ആൻഡ് എ റാറ്റ്, ആൻ 8-foot അനാക്കോണ്ട, എ മങ്കി ആൻഡ് എ ക്യാറ്റ്. പിന്നെയും എന്തെല്ലാം വാങ്ങി? I purchased an iguana, a tortoise and a rat. ഒരു ഇഗ്വാനയും ഒരു ടോട്ടോയിസും ഒരു റാറ്റും വാങ്ങി. പിന്നെയോ? ആൻ 8-foot അനാക്കോണ്ട, എ മങ്കി ആൻഡ് എ ക്യാറ്റ്. 8 feet നീളമുള്ള ഒരു അനാക്കോണ്ട വാങ്ങി. പിന്നെ മങ്കിയും ക്യാറ്റും വാങ്ങി. എ ഗിനിയ പിഗ്, എ ഗെക്കോ, എ ഫെററ്റ് ആൻഡ് എ മൗസ്. പിന്നെയും എന്തൊക്കെ വാങ്ങി? ഗിനിയ പിഗ്, ഗെക്കോ, ഫെററ്റ്, മൗസ്. ഇതിനെയും വാങ്ങി. ആൻഡ് ഹാഡ് ദം ആൾ ഡെലിവേർഡ് ഡയറക്ട്ലി ടു മൈ ഹൗസ്. അതിനെയെല്ലാം ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് ഡെലിവറി ചെയ്തു. മൈ സിസ്റ്റർ വെൻ ബർസക്, ഷീ ഈസ് നൗ ഇൻസ്റ്റാളിംഗ് ലോക്സ്. അവളുടെ സഹോദരി ദേഷ്യത്താൽ അവളുടെ റൂമിന് ലോക്ക് ശരിയാക്കുകയാണ്. ബിക്കോസ് ഐ സെഡ് ഹർ ബെഡ്റൂം വുഡ് ബി ദെയർ ലിറ്റർ ബോക്സ്. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, നീ നിന്റെ റൂം ശരിയാക്കിയില്ലെങ്കിൽ എൻ്റെ പെറ്റിൻ്റെ ലിറ്റർ ബോക്സ് ആക്കി മാറ്റും. അതിനാലാണ് സഹോദരി ദേഷ്യത്താൽ അവളുടെ റൂമിൻ്റെ ലോക്ക് ശരിയാക്കുന്നത്. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? ഫോണ്ടസ്റ്റ്, ഏറ്റവും പ്രിയപ്പെട്ട. സ്മിഡ്ജൻ, കുറച്ചുകൂടി. പർച്ചേസ്, വാങ്ങൽ. ഡെലിവേർഡ്, എത്തിച്ചു. ഡയറക്ട്ലി, നേരിട്ട്. ഇൻസ്റ്റാൾ, സ്ഥാപിക്കുക. ബെർസർക്ക്, വെറുപ്പോടെ. ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ പോയം? ആരാണ് കൂട്ടുകാരെ ഈ കവിത എഴുതിയത്? കെൻ നെസ്ബിത്ത്. ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം? ആരാണ് ഈ കവിതയിൽ സംസാരിക്കുന്നത്? ആരാണ്? എ ചൈൽഡ്, ഒരു കുട്ടി. വാട്ട് ഡിഡ് ദ സ്പീക്കർ ബൈ ഫ്രം ദ പെറ്റ് സ്റ്റോർ? പെറ്റ് സ്റ്റോറിൽ നിന്നും സ്പീക്കർ എന്താണ് വാങ്ങിയത്? പെയർ ഓഫ് ഫിഷ്, റാബിറ്റ്, ഹാംസ്റ്റർ, ഫ്രോഗ്, ജെർബിൽ, ടർട്ടിൽ, പാരറ്റ്, ഡോഗ്, ഇഗ്വാന, ടോട്ടോയിസ്, റാറ്റ്, അനാക്കോണ്ട, മങ്കി, ക്യാറ്റ്, ഗിനിയ പിഗ്, ഗെക്കോ, ഫെററ്റ് ആൻഡ് മൗസ്. വൈ ഡിഡ് ദ സ്പീക്കർ സിസ്റ്റർ ലോക്ക് ഹെർ ബെഡ്റൂം? എന്തുകൊണ്ടാണ് സ്പീക്കറുടെ സഹോദരി കിടപ്പുമുറി പൂട്ടിയത്? Speaker said that her room would become pet's litter box. So the speaker's sister locked her bedroom.
സ്പീക്കർ എന്താണ് പറഞ്ഞത്? അവളുടെ മുറി വളർത്തുമൃഗങ്ങളുടെ ലിറ്റർ ബോക്സായി മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സ്പീക്കറുടെ സഹോദരി കിടപ്പുമുറി പൂട്ടിയത്. അടുത്തൊരു വർക്ക് നോക്കൂ. ഐഡന്റിഫൈ ദ ലൈൻസ് ഇൻ ദ പോയം ഇൻ വിച്ച് ദ നെയിം ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് അപ്പിയർ ആൻഡ് റൈറ്റ് ദ ലൈൻ നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇനി പറയുന്ന മൃഗങ്ങളുടെ പേരുകൾ വരുന്ന വരികളുടെ നമ്പർ കണ്ടെത്തി താഴെയുള്ള സ്ഥലത്ത് എഴുതൂ കൂട്ടുകാരെ. നോക്കൂ, ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഫെററ്റ്, ഗിനിയാപ്പി, ഗെക്കോ, ഹാംസ്റ്റർ, ഇഗ്വാന, റാബിറ്റ്, അനാക്കോണ്ട, ടോട്ടോയിസ് ആൻഡ് ടർട്ടിൽ. ഈ പറയുന്ന മൃഗങ്ങളുടെ പേരുകളുള്ള വരികൾ കണ്ടെത്തി ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. ഇത് ശരിയാണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു വർക്ക് നോക്കൂ. ലുക്ക് അറ്റ് ദ പെയർ ഓഫ് വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോയം പെറ്റ് ഷോപ്പിംഗ്. പെറ്റ് ഷോപ്പിംഗ് എന്ന കവിതയിൽ നിന്നും എടുത്ത വാക്കുകൾ നോക്കൂ കൂട്ടുകാരെ. വിഷ്, ഫിഷ്. ഹൗ ഡു ദ വേർഡ്സ് എൻഡ്? വാക്കുകൾ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ദേ എൻഡ് വിത്ത് ദ സിമിലർ സൗണ്ട്. അവ ഒരേ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അല്ലേ? ദേ ആർ റൈമിംഗ് വേർഡ്സ്. ഇങ്ങനെയുള്ള വാക്കുകളെ എന്താണ് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ വേർഡ്സ് ദാറ്റ് റൈം വിത്ത് ദ വേർഡ്സ് ഗിവൺ ബിലോ. കവിതയിൽ നിന്നും താഴെ നൽകിയിരിക്കുന്ന പദങ്ങൾക്കൊപ്പം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. ഫോക്സ് എന്ന വേർഡിന് സമാനമായ വേർഡ്സ് ഏതൊക്കെയാണ്? ലോക്സ്, ബോക്സ്. രണ്ടും സ് എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അടുത്തത് നോക്കൂ. ബ്രൗസ്, മൗസ്, ഹൗസ്. അടുത്തതോ ഫോഗ്, ഫ്രോഗ്, ഡോഗ്. കോർ, സ്റ്റോർ, മോർ. ഡിഷ്, ഫിഷ്, വിഷ്. എഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? ആക്ടിവിറ്റി 1. അലീന വാസ് റിയലി സാഡ് ഓൺ റീഡിംഗ് ദ എൽഫ്സ് ലെറ്റർ. കുട്ടിച്ചാത്തൻ്റെ കത്ത് വായിച്ചപ്പോൾ അലീനയ്ക്ക് ശരിക്കും സങ്കടം വന്നു. മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. അവളുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. ഹെൽപ്പ് അലീന ബ്രൈറ്റ് ഹെർ തോട്ട്സ്. അവളുടെ ചിന്തകൾ എഴുതാൻ അലീനയെ സഹായിക്കൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. ഓ മൈ ഫ്രണ്ട് എൽഫ്, വെയർ ആർ യു? ഐ മിസ് യു സോ മച്ച്. ഓ എൻ്റെ പ്രിയ സുഹൃത്ത് എൽഫ്, എവിടെയാണ്? നിന്നെ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു. ക്യാൻ യു കം വിത്ത് മീ വൺസ് അഗെയിൻ? നിനക്ക് ഒരിക്കൽ കൂടി എന്നോടൊപ്പം വരാമോ? ഐ ഗോട്ട് എ ഗ്രേഡ് ഇൻ ആൾ സബ്ജക്റ്റ് ഓൺലി ബിക്കോസ് ഓഫ് യു. എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചു. കാരണം ആരാണ്? നീയാണ്. താങ്ക് യു ഡിയർ എൽഫ്. നന്ദിയുണ്ട് പ്രിയപ്പെട്ട എൽഫ്. തോട്ട്സ് എഴുതിയത് എങ്ങനെയെന്ന് മനസ്സിലായോ? അടുത്ത വർക്ക് നോക്കൂ. ആക്ടിവിറ്റി 2. ഫൈൻഡ് ഔട്ട് ഹൂസ് വേർഡ്സ് ദീസ് ആർ. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആരാണ് പറഞ്ഞതെന്ന് കണ്ടുപിടിക്കൂ. അലീന, ഡു യുവർ ഹോംവർക്ക്. അലീന, നീ ഹോംവർക്ക് ചെയ്യൂ. ആരാണ് പറഞ്ഞത്? ടീച്ചേഴ്സ്. ഓ ഐ ആം കേഴ്സ്ഡ്. ഓ ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതോ? എൽഫ്. ഇറ്റ്സ് ടു ബോറിംഗ്. ഇത് വളരെ വിരസമാണ്. ആരാണ് പറഞ്ഞത്? അലീന. യു ക്യാൻ ഡു വണ്ടേഴ്സ്. നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞതാരാ? എൽഫ്. ആക്ടിവിറ്റി 3. അലീന പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്. ഷീ ലൈക്സ് ഫുട്ബോൾ. അലീന ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. അവൾക്ക് ഫുട്ബോളും ഇഷ്ടമാണ്. ഡു യു നോ ഹൗ ദ ഗെയിം ഓഫ് ഫുട്ബോൾ ഈസ് പ്ലേഡ്? കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കുന്നതെന്ന്? റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗെയിം ഓഫ് ഫുട്ബോൾ. താഴെ കൊടുത്തിരിക്കുന്ന കളിയുടെ ഒരു വിവരണം വായിക്കൂ. എന്താണ് തന്നിട്ടുള്ളത്? ഫുട്ബോൾ ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഫുട്ബോൾ എങ്ങനെയുള്ള ഗെയിമാണ്? അതൊരു ഔട്ട്ഡോർ ഗെയിമാണ്. യൂഷ്വലി 11 പ്ലെയേഴ്സ് ആർ ദെയർ ഇൻ എ ടീം. സാധാരണയായി 11 കളിക്കാർ ഒരു ടീമിലുണ്ടാകും. ദെയർ ഈസ് എ ഗോൾ പോസ്റ്റ് ഈച്ച് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൻ്റെ രണ്ടറ്റത്തും ഓരോ ഗോൾ പോസ്റ്റുകൾ ഉണ്ട്. പിന്നെയോ ദ ഗോൾ കീപ്പർ സ്റ്റാൻഡ്സ് അറ്റ് ദ ഗോൾ പോസ്റ്റ്. ഗോൾ കീപ്പർ എവിടെയാണ് നിൽക്കുന്നത്? ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്നു. ഓൺലി ദ ഗോൾ കീപ്പർ ക്യാൻ ടച്ച് ദ ബാൾ വിത്ത് ഹാൻഡ്സ് ഇൻ ദ കോർട്ട്. ഗോൾ കീപ്പർക്ക് മാത്രമേ കോർട്ടിൽ പന്ത് കൈകൊണ്ട് തൊടാൻ കഴിയൂ. ദ ടീം വിച്ച് സ്കോർസ് മോർ ഗോൾസ് വിൻ ദ മാച്ച്. കൂടുതൽ ഗോൾ നേടുന്ന ടീം മത്സരത്തിൽ വിജയിക്കും.
ഫുട്ബോളിനെ കുറിച്ച് എഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു ടു ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് ഗെയിം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗെയിമിനെ കുറിച്ച് വിവരിക്കാൻ താഴെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ സഹായിക്കും. ഏതാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം? ഞാൻ എഴുതിയത് നോക്കൂ, ക്രിക്കറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വായിച്ച് ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് വിവരിച്ചാലോ? നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? മൈ ഫേവറേറ്റ് ഗെയിം ഈസ് ക്രിക്കറ്റ്. എൻ്റെ ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് ആൻ ഇൻഡോർ ഓർ ഔട്ട്ഡോർ ഗെയിം. ഇത് ഇൻഡോർ ഗെയിം ആണോ ഔട്ട്ഡോർ ഗെയിം ആണോ? ഏത് ഗെയിമാണ് കൂട്ടുകാരെ ക്രിക്കറ്റ്? ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഇത് ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി പ്ലെയേഴ്സ് ആർ ദെയർ ഇൻ ദ ഗെയിം? ഈ കളിയിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട്? യൂഷ്വലി 11 പ്ലെയേഴ്സ് ആർ ദെയർ ഇൻ ദ ടീം. ഒരു ടീമിൽ സാധാരണയായി 11 കളിക്കാരുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു പ്ലേ ദ ഗെയിം? ഈ കളിക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്? എ ബാറ്റ്, ബോൾ ആൻഡ് സ്റ്റംപ് ആർ നീഡഡ് ടു പ്ലേ ക്രിക്കറ്റ്. ഏതൊക്കെയാണ് വേണ്ടത്? ബാറ്റും ബോളും സ്റ്റംപുമാണ് കളിക്ക് ആവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ സം ഓഫ് ദ റൂൾസ് ഓഫ് ദ ഗെയിം? ഈ കളിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്? വൺ ടീം ടേക്കിംഗ് ദി ബാറ്റിംഗ് ബോൾ ആൻഡ് സ്കോർ റൺസ് വൈൽ ദ അതർ ടീം വിൽ ബൗൾ ആൻഡ് ഫീൽഡ് ദ ബാൾ. ഒരു ടീം പന്ത് ബാറ്റ് ചെയ്തു റൺസ് എടുക്കുന്നു, മറ്റേ ടീം പന്ത് ബൗൾ ചെയ്യുകയും ഫീൽഡ് ചെയ്യുകയും ചെയ്യും. ദ ടീം വിച്ച് സ്കോർസ് മോർ റൺസ് വിൻസ് ദ മാച്ച്. ആരാണോ കളിയിൽ കൂടുതൽ റൺസ് എടുക്കുന്നത് ആ ടീമാണ് കളിയിൽ വിജയിക്കുക. ക്രിക്കറ്റിനെ കുറിച്ച് എഴുതിയത് മനസ്സിലായ കൂട്ടുകാരെ? ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടകളിയെക്കുറിച്ച് നിങ്ങളും എഴുതണം കേട്ടോ. ആക്ടിവിറ്റി 4. ടീച്ചേഴ്സ് അപ്രിഷിയേറ്റഡ് ദ ചേഞ്ചസ് ഇൻ അലീന. വാട്ട് വെയർ ദോസ് ചേഞ്ചസ്? ടീച്ചർ അലീനയുടെ മാറ്റങ്ങളെ അഭിനന്ദിച്ചു. എന്തായിരുന്നു ആ മാറ്റങ്ങൾ? നോക്കൂ. സ്റ്റേഡ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. രാത്രി വൈകിയും പഠിച്ചു. വെന്റ് ടു ദ ലൈബ്രറി. ലൈബ്രറിയിലേക്ക് പോയി. ലുക്ക് അപ്പ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ എ ഡിക്ഷണറി. ഡിക്ഷണറി നോക്കി വാക്കുകളുടെ മീനിങ് പഠിച്ചു. ബോറോഡ് ബുക്സ് ആൻഡ് റീഡ് ദം. പുസ്തകങ്ങൾ കടമെടുത്ത് വായിച്ചു. വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. എന്നത്തേക്കാളും കഠിനാധ്വാനം ചെയ്തു. വാട്ട് ഡു യു ഡു ടു സ്റ്റഡി വെൽ? റൈറ്റ് ദം ഇൻ ദ ബോക്സ് ബിലോ. കൂട്ടുകാരെ, നന്നായി പഠിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? താഴെയുള്ള ബോക്സിൽ എഴുതൂ. ഞാൻ എഴുതിയത് നോക്കൂ. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് സ്റ്റഡി. രാവിലെ എഴുന്നേറ്റു പഠിക്കും. വിൽ സ്റ്റഡി എവരി ഡേ. എല്ലാ ദിവസവും പഠിക്കും. ലെസൺസ് ലേൺ വിൽ ബി റിപ്പീറ്റഡ്. പഠിച്ച പാഠങ്ങൾ ആവർത്തിക്കും. മേക്ക് എ ടൈം ടേബിൾ ടു സ്റ്റഡി. പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കും. ആക്ടിവിറ്റി 5. അലീനാസ് ക്യാറ്റ് ഈസ് എ ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് ക്യാറ്റ്. അലീനയുടെ പൂച്ച ഒരു ചെറിയ വെളുത്ത പൂച്ചയാണ്. നൗ ഡിസ്ക്രൈബ് ദ പെറ്റ്സ് ഓർ ഡൊമസ്റ്റിക് ആനിമൽസ് ദാറ്റ് യു സീൻ ഇൻ ദ പിക്ചർ എബോവ്. മുകളിലെ ചിത്രങ്ങളിൽ കാണുന്ന വളർത്തുമൃഗങ്ങളെ ഇതുപോലെ വിവരിക്കൂ കൂട്ടുകാരെ. ചിത്രം നോക്കൂ. എന്താണ് തന്നിട്ടുള്ളത്? ഒരു പാരറ്റ് ആണല്ലേ. പാരറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്മാൾ ഗ്രീൻ പാരറ്റ്. ഇത് മനോഹരമായ ചെറിയ പച്ച തത്തയാണ്. അടുത്ത ചിത്രം നോക്കൂ. എന്താണ്? ഡോഗാണല്ലേ. ഡോഗിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ബിഗ് ബ്ലാക്ക് ഡോഗ്. ഇതൊരു വലിയ കറുത്ത നായയാണ്. അടുത്ത ചിത്രം നോക്കൂ. എന്താണ് കാണുന്നത്? ഒരു കൗ ആണല്ലേ. കൗവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ഫാറ്റ് വൈറ്റ് കൗ. ഇതൊരു തടിച്ച വെള്ള പശുവാണ്. ആക്ടിവിറ്റി 6. എക്സാമിൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. There are some familiar words hidden in them. Find out the hidden words. One is done for you. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ പരിശോധിക്കൂ. അവയിൽ പരിചിതമായ ചില വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതെന്ന് കണ്ടെത്തി എഴുതൂ കൂട്ടുകാരെ. ഒന്ന് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എന്താണത്? ഹേറ്റഡ്. ഏതൊക്കെ വാക്കുകളാണ് അതിലുള്ളത്? ഹേറ്റ്, ഏറ്റ്. അടുത്തതായി ഞാൻ എഴുതിയത് നോക്കൂ. wrinkled. ഏതൊക്കെ വാക്കുകളുണ്ട്? വിൻ, ഇങ്ക്. appeared. ഏതൊക്കെ വാക്കുകളാണ് അതിലുള്ളത്? ഇയർ,
red, whatever, whatever, kitchen, kit, hen, down, do, on, teacher, tea, her. Activity 7. The teacher said that Alina was a model kid. അലീന ഒരു മാതൃക കുട്ടിയാണെന്ന് അധ്യാപകർ പറഞ്ഞു. Given below are some of good qualities then found in her. അവളിൽ അവർ കണ്ടെത്തിയ ചില നല്ല ഗുണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കൂ. കീപ് ഹെർ റൂം ക്ലീൻ. അവളുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുന്നു. ആൾവേസ് ചിയർഫുൾ. അവൾ എപ്പോഴും സന്തോഷവതിയാണ്. നെവർ റൂഡ്. ഒരിക്കലും പരുഷമായി പെരുമാറിയിട്ടില്ല. ഗെറ്റ്സ് ഗുഡ് ഗ്രേഡ് ഇൻ ആൾ സബ്ജക്ട്സ്. പിന്നെ എന്താണ്, എല്ലാ വിഷയങ്ങൾക്കും നല്ല ഗ്രേഡ് ലഭിച്ചു. നൗ റൈറ്റ് ഡൗൺ എ ഫ്യൂ ഗുഡ് ക്വാളിറ്റീസ് ദാറ്റ് യു സീ ഇൻ യുവർ ഫ്രണ്ട്സ്. കൂട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങൾ കാണുന്ന നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതൂ. ഞാൻ എഴുതിയത് നോക്കൂ. വിയർ ക്ലീൻ ക്ലോത്ത്സ്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. വിൽ സ്റ്റഡി വെൽ. നന്നായി പഠിക്കും. വിൽ ഹെൽപ്പ് എവരി വൺ. എല്ലാവരെയും സഹായിക്കും. ആൾവൈസ് ഹാപ്പി. എപ്പോഴും സന്തോഷവാനായിരിക്കും. കൂട്ടുകാരെ, ഞാൻ എഴുതിയത് മനസ്സിലായോ? ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. ആക്ടിവിറ്റി 8. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ കൂട്ടുകാരെ. ദിസ് വാസ് അലീനാസ് റൂം ബിഫോർ ഷീ ചേഞ്ച്ഡ്. അലീന മാറുന്നതിന് മുന്നേയുള്ള അവളുടെ റൂമാണ്. ഇറ്റ് വാസ് ഇൻ എ മെസ്. അതെങ്ങനെയുള്ളതാണ്? വളരെ വൃത്തികേടായിരിക്കുകയാണല്ലേ. റൈറ്റ് ഡൗൺ എ ഫ്യൂ സജഷൻസ് യു വുഡ് ഗീവ് ഹെർ ടു അറേഞ്ച് ഹെർ റൂം. അവളുടെ റൂം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ താഴെയുള്ള വരികളിൽ എഴുതൂ കൂട്ടുകാരെ. 1 ഈസ് ഡൺ ഫോർ യു. ഒന്ന് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എന്താണത്? കീപ് ദ ബുക്ക് ഓൺ ദ ബുക്ക് റാക്ക്. ബുക്ക് എവിടെ സൂക്ഷിക്കണം? ബുക്ക് റാക്കിൽ സൂക്ഷിക്കണം. കീപ് ദ പില്ലോ ഓൺ ദ ബെഡ്. തലയിണ ബെഡിൽ സൂക്ഷിക്കുക. കീപ് ദ ഷൂസ് ഇൻ ദ ഷൂ റാക്ക്. ഷൂ റാക്കിൽ ഷൂസുകൾ സൂക്ഷിക്കുക. കീപ് ദ ഡ്രസ്സസ് ഇൻ ദ അൽമിര. ഡ്രസ്സുകൾ അലമാരയിൽ സൂക്ഷിക്കുക. കീപ് ദ ഡേർട്ടി ക്ലോത്ത്സ് ഇൻ ദ ബാസ്ക്കറ്റ്. വൃത്തിയില്ലാത്ത വസ്ത്രം കുട്ടയിൽ നിക്ഷേപിക്കുക. കീപ് ദ ബാറ്റ് ആൻഡ് ബോൾ അണ്ടർ ദ ബെഡ്. ബാറ്റും ബോളും കട്ടിലിനടിയിൽ സൂക്ഷിക്കുക. കീപ് ദ ബാഡ്മിൻ്റൺ ഇൻ ദ ഹാങ്ങർ. ബാഡ്മിൻ്റൺ ഹാങ്ങറിൽ സൂക്ഷിക്കുക. കീപ് ദ സ്കിപ്പിംഗ് റോപ്പ് ഇൻ ദ ഹാങ്ങർ. സ്കിപ്പിംഗ് റോപ്പ് ഹാങ്ങറിൽ സൂക്ഷിക്കുക. കീപ് ദ ചെയർ നിയർ ദ ബെഡ്. കസേര കട്ടിലിനടുത്ത് സൂക്ഷിക്കുക. കീപ് ദ വെസൽ ഓൺ ദി റാക്ക്. പാത്രം റാക്കിൽ സൂക്ഷിക്കുക. അടുത്തൊരു പ്രോജക്റ്റ് വർക്ക് നോക്കൂ. ഗിവൻ ഇൻ ദ ബോക്സ് ബിലോ ആർ ആക്ടിവിറ്റീസ് യൂഷ്വലി ഡൺ ബൈ ചിൽഡ്രൻ. സാധാരണയായി കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് താഴെയുള്ള ബോക്സിൽ നൽകിയിരിക്കുന്നത്. അലീന ഡസ് മെനി ഓഫ് ദെയർ ഹെർസെൽഫ്. അലീന സ്വന്തമായി പലതും ചെയ്യുന്നു. ബട്ട് ഷീ നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് ഹർ പാരൻസ് ഫോർ ഡൂയിങ് സം ഓഫ് ദം. എന്നാൽ അവയിൽ ചിലത് ചെയ്യാൻ അവൾക്ക് മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. ഹൗ മെനി ഓഫ് ദീസ് ക്യാൻ യു ഡു ഓൺ യുവർ ഓൺ? കൂട്ടുകാരെ, ഇതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഫോർ വിച്ച് വൺ ഡു യു സീക്ക് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്? ആരുടെയെങ്കിലും സഹായം കൊണ്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദീസ് കാൺ യു ഡു അറ്റ് ആൾ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെയുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. ഞാൻ എഴുതിയത് നോക്കൂ. ഐ ഡു ഓൺ മൈ ഓൺ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ: ഡൂയിങ് ഹോംവർക്ക്, ഫില്ലിംഗ് ദ വാട്ടർ ബോട്ടിൽ, ഹെൽപ്പിംഗ് ദ ഗ്രാൻഡ് പാരൻസ്, പുട്ടിംഗ് ഡ്രസ് ഓൺ, ക്ലീനിങ് ദ ചപ്പൽസ്, ടേക്കിംഗ് ബാത്ത്. അടുത്തത് നോക്കൂ. ഐ ഡു വിത്ത് അതേഴ്സ് ഹെൽപ്പ്. ആരുടെയെങ്കിലും സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നത്: സെറ്റിംഗ് ദ സ്കൂൾ ബാഗ്, ക്ലീനിങ് ദ റൂം, മേക്കിംഗ് ദ ബെഡ്, ഷോപ്പിംഗ്, ലുക്കിംഗ് ആഫ്റ്റർ പെറ്റ്സ്. അടുത്തത് നോക്കൂ. ഐ കനോട്ട് ഡു. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ: കുക്കിംഗ്, വാഷിംഗ് ദ പ്ലേറ്റ്സ് ആൻഡ് ഗ്ലാസസ്, പാക്കിംഗ് ദ ലഞ്ച് ബോക്സ്, കട്ടിംഗ് ദ വെജിറ്റബിൾസ്, വാഷിംഗ് ദ ഡ്രസ്, സ്വീപ്പിംഗ് ദ ഫ്ലോർ. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും കഴിയാത്തവയും ആരുടെയെങ്കിലും സഹായത്താൽ ചെയ്യാൻ കഴിയുന്നതും ഏതൊക്കെയെന്ന് താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ എഴുതണം കേട്ടോ. അടുത്തൊരു വർക്ക് നോക്കൂ. മൈ വേർഡ്സ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കൂ. ഐ ഹേറ്റ് കോക്രോച്ച്. ഞാൻ പാറ്റകളെ വെറുക്കുന്നു.
ദ ഗേൾ യെൽഡ് ഇൻ പെയിൻ. പെൺകുട്ടി വേദന കൊണ്ട് അലറി. എ മങ്കി ഗ്രാബ്ഡ് ദ ബനാനാസ് ഫ്രം ദ ചൈൽഡ്. കുരങ്ങൻ കുട്ടിയുടെ കയ്യിൽ നിന്നും പഴം തട്ടിയെടുത്തു. ദ ബോയ് വാസ് അമൈസ്ഡ് അറ്റ് ദ സൈറ്റ്. ആൺകുട്ടി ആ കാഴ്ച കണ്ട് അമ്പരന്നു. ഷീ കിസ്ഡ് ദ ഗ്രാൻഡ്മാസ് സ്പ്രിങ്കിൾഡ് ചീക്സ്. അവൾ മുത്തശ്ശിയുടെ ചുളിവുള്ള കവിളുകളിൽ ചുംബിച്ചു. ദ പ്ലെയർ കിക്ക്ഡ് ദ ബാൾ ടു ദ ഗോൾ പോസ്റ്റ്. കളിക്കാരൻ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് തട്ടി. ദ ഓൾഡ് മാൻ പാറ്റഡ് ദ ബോയ്. വൃദ്ധൻ ആൺകുട്ടിയെ തലോടി. ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ. അവൾ എപ്പോഴും സന്തോഷവതിയാണ്. ഡോണ്ട് ബി റൂഡ് ടു എനിവൺ. ആരോടും അപമര്യാദയായി പെരുമാറരുത്. ഷീ നോട്ടഡ് ദ നമ്പർ ഓൺ എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ. അവൾ ഒരു കടലാസിൽ നമ്പർ കുറിച്ചു. എക്സാമിൻ ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ഈച്ച് സെൻറ്റൻസസ്. ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ആർ ഗിവൺ ബിലോ. Write the numbers of the sentences in the boxes provided against the meaning of the respective words. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലെ വാക്കുകൾ പരിശോധിച്ച് മുകളിലെ വാക്യങ്ങളുമായി യോജിക്കുന്നവ ഏതെന്ന് നമ്പർ ഇട്ട് എഴുതൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. ഷൗട്ടഡ് ലൗഡ്ലി. ഉറക്കെ അലറി. അതുമായി ചേരുന്ന വാക്യം ഏതാണ് കൂട്ടുകാരെ? ദ ഗേൾ യെൽഡ് ഇൻ പെയിൻ. പെൺകുട്ടി വേദന കൊണ്ട് അലറി. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഏത് നമ്പർ ഇടാം? 2. അടുത്തത് നോക്കൂ. ഹിറ്റ് വിത്ത് ഫുഡ്. കാലുകൊണ്ട് തട്ടി. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? ദ പ്ലെയർ കിക്ക്ഡ് ദ ബാൾ ടു ദ ഗോൾ പോസ്റ്റ്. ഏത് നമ്പർ ഇടാം? 6. അടുത്തത് നോക്കൂ. ടച്ച്ഡ് ജെന്റ്ലി. മെല്ലെ തലോടി. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? 7. ദ ഓൾഡ് മാൻ പാറ്റഡ് ദ ബോയ്. വൃദ്ധൻ ആൺകുട്ടിയെ തട്ടി. അടുത്ത വേർഡ് നോക്കൂ. ഡിസ്ലൈക്ക് വെരി മച്ച്. വളരെ വെറുപ്പ്. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? 1. ഐ ഹേറ്റ് കോക്രോച്ച്. ഞാൻ പാറ്റകളെ വെറുക്കുന്നു. അടുത്ത വേർഡ് നോക്കൂ. ഹാപ്പി. സന്തോഷം. അതുമായി ചേരുന്ന വാക്യം ഏതാണ് കൂട്ടുകാരെ? 8. ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ. അവൾ എപ്പോഴും സന്തോഷവതിയാണ്. അടുത്തത് നോക്കൂ. ഇംപൊളൈറ്റ്. വിനയമില്ലായ്മ. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? 9. ഡോണ്ട് ബി റൂഡ് ടു എനിവൺ. ആരോടും അപമര്യാദയായി പെരുമാറരുത്. അടുത്ത വേർഡ് നോക്കൂ. വിത്ത് ഫോൾസ് ഓൺ സ്കിൻ. ചർമ്മത്തിൽ ചുളിവുകളോടെ. ഇതുമായി ബന്ധപ്പെടുന്ന വാക്യം ഏതാണ്? 5. ഷീ കിസ്ഡ് ഗ്രാൻഡ്മാസ് സ്പ്രിങ്കിൾഡ് ചീക്സ്. അവൾ മുത്തശ്ശിയുടെ ചുളിവുള്ള കവിളിൽ ചുംബിച്ചു. അടുത്ത വേർഡ് നോക്കൂ. ഗോഡ് സർപ്രൈസ്ഡ്. വളരെ അത്ഭുതം. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? 4. ദ ബോയ് വാസ് അമൈസ്ഡ് അറ്റ് ദ സൈറ്റ്. ബാലൻ ആ കാഴ്ച കണ്ട് അമ്പരന്നു. അടുത്ത വേർഡ് നോക്കൂ. സ്മാൾ പീസ്. ചെറിയ കഷ്ണങ്ങൾ. അതുമായി ചേരുന്ന വാക്യം ഏതാണ് കൂട്ടുകാരെ? 10. ഷീ നോട്ടഡ് ദ നമ്പർ ഓൺ എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ. അവൾ ഒരു കടലാസിൽ നമ്പർ കുറിച്ചു. അടുത്തത് നോക്കൂ. ടുക്ക് റഫ്ലി. വലിച്ചെടുക്കുക. അതുമായി ചേരുന്ന വാക്യം ഏതാണ്? 3. എ മങ്കി ഗ്രാബ്ഡ് ദ ബനാന ഫ്രം ദ ചൈൽഡ്. കുരങ്ങൻ കുട്ടിയുടെ കയ്യിൽ നിന്നും പഴം തട്ടിയെടുത്തു. ഐ ക്യാൻ. എനിക്ക് കഴിയും. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ഓഫ് അലീന. ദേ ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. അലീനയുടെ കഥയിലെ ചില സംഭവങ്ങൾ ഇതാ. അത് ക്രമരഹിതമായ രീതിയിലാണ് തന്നിരിക്കുന്നത്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദേ ഒക്കേർഡ് ഇൻ ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ് ബിലോ. കഥയിൽ തന്നിരിക്കുന്നത് പോലെ അവയെ ഓർഡറിൽ താഴെയുള്ള ബോക്സിൽ എഴുതൂ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അലീന വെൻറ്റ് ടു എ ലൈബ്രറി. അലീന ലൈബ്രറിയിലേക്ക് പോയി. ദേ സ്റ്റേഡ് അപ്പ് ലേറ്റ് നൈറ്റ്. രാത്രി വൈകിയും അവൾ ഉണർന്നിരുന്നു. റീഡ് എ ലോട്ട് ടു ഹെൽപ്പ് ദ എൽഫ്. എൽഫിനെ സഹായിക്കാൻ ധാരാളം വായിച്ചു. ഷീ ലുക്ക്ഡ് അപ്പ് ദ വേർഡ് ആൻഡ് സ്പെൽഡ് ഇറ്റ്. വാക്കുകൾ നോക്കി പറഞ്ഞു. അലീന ആൻഡ് എൽഫ് ബിക്കെയിം ഫ്രണ്ട്സ്. അലീനയും എൽഫും സുഹൃത്തുക്കളായി. അലീന റെഫേർഡ് ടു ദ ഡിക്ഷണറി. അലീന ഡിക്ഷണറി നോക്കി. ഷീ ലൈക്ക്ഡ് സ്കിപ്പിംഗ്. അവൾ സ്കിപ്പിംഗ് ഇഷ്ടപ്പെട്ടു. അലീന ഹേറ്റഡ് ഹോംവർക്ക്. അവൾ ഹോംവർക്ക് വെറുത്തു. അലീന ഗോട്ട് എ ഗ്രേഡ് ഇൻ ആൾ സബ്ജക്ട്സ്. അലീനയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചു. എൽഫ് ബിഗെയിം ടു ഡു അലീനാസ് ഹോംവർക്ക്. എൽഫ് അലീനയുടെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. അലീന വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. അലീന എന്നത്തേക്കാളും കഠിനാധ്വാനം ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾ അലീനയുടെ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കിയില്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ഓർഡറിൽ എഴുതിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ.
She liked skipping. Alina hated homework. Alina and Elf became friends. She looked up the word and spelled it. Elf began to do Alina's homework. Alina worked harder than ever. They stayed up late night. Alina went to a library. Alina referred to the dictionary. Read a lot to help the elf. Alina got A grade in all subjects. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.